ഹലോ ഗൈസ്, സമയം രാവിലെ 4:30. സംഭവം നീച്ചത് നോമ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ നോമ്പെടുക്കാൻ പോകാറ്. ഇന്നൊരു ഇഫ്താറുണ്ട്, അത് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുക. നമ്മുടെ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ 2 മുട്ട, കുറച്ച് മുന്തിരി, ഒരു റോബസ്റ്റ, അത് മതി, നമുക്ക് മതി. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പരിപാടി കേട്ടോ. ഇഫ്താറ് മുട്ട കഴിച്ചായിട്ട് എല്ലാവരും ഉറക്കൊക്കെ ഉറങ്ങി. ഇന്നിപ്പോൾ കുറച്ച് സാധനം കാണാണ്ട് പോയി സാധനം വാങ്ങിയിട്ട് ഞാൻ ടൗണിൽ കുറച്ച് നാരങ്ങയും പിന്നെ കുറച്ച് ലൈറ്റും കുറച്ച് കാർപ്പറ്റും പിന്നെ ബിരിയാണി തട്ടും ഗ്ലാസ് എല്ലാം വാങ്ങി ഞാൻ വരികയാണ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കൃത്യ സമയം ജിഷ്ണു കോഴിക്കോട് നിന്ന് വരുന്നത്. അതിൻ്റെ ഞാൻ അഭിനവും ജസീലൊക്കെ എത്തി. പിന്നെ ഞങ്ങൾ നേരെ ലൈറ്റ് തൂക്കണം കയറി. അത് കുറച്ച് നേരത്തെ സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോഴത്തേ പെൺകുട്ടികളെത്തിയതാ ഫ്രൂട്ട്സൊക്കെ കട്ടയൊക്കെ റെഡിയാക്കി ഉള്ളിൽ ജ്യൂസ് അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യം കോരിയേറ്റി ഞങ്ങളെപ്പോഴും ഈ ലൈറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് കത്തിക്കാനുള്ള പരിപാടിയാണ്. നന്നായി ശ്രമിക്കുന്നുണ്ട്, നടക്കുക. കുറച്ച് സമയം ചെയ്താൽ നശയും ബാക്കി എല്ലാവരും എത്തിയ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തുറന്നാൽ മതി. അപ്പോഴത്തേക്ക് കൊടയും കരിയുമൊക്കെ നടന്നു വരുന്നത്. ആ ലൈറ്റൊക്കെ തൂക്കിയിട്ട് പക്ഷേ ലൈറ്റ് കുറച്ചേ കത്തുള്ളൂ, ബാക്കി കത്തുന്നില്ല. അപ്പോൾ അവിടെ ടെൻഷനായി ഞങ്ങൾക്ക്. ഇത് രക്ഷനായിട്ട് എൻ്റെ എച്ചോടി അജ്മൽ സാർ നടന്നു വരുന്നത്. അങ്ങനെ അവസാനം നോമ്പൊക്കെ സമയമായി. എന്നുവെച്ചാൽ ലൈറ്റ് ഒന്നേ കത്തുള്ളൂ. അപ്പോൾ ഉള്ള കത്തിച്ച് ഞങ്ങൾ നോമ്പൊറക്കേണ്ടിയിരുന്നത്. ഫുഡൊക്കെ മാറ്റി വെച്ച് വത്തക്കോളിലും നാരങ്ങോളിലും കട്ടേറ്റും ഫ്രൂട്ട്സും എല്ലാം നേരത്തെ വെച്ച് നോമ്പാട് തുറന്നത്. അഭിനവ് അപ്പോൾ ഇതെങ്ങനെ കത്തിക്കാനുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഇപ്പം ഇനി സമയമല്ല. പക്ഷെ ഫുഡൊക്കെ നേരത്തെ നമ്മൾ കത്തിക്കിട്ടത് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ സമയമാകുമ്പോൾ അജ്മൽ സാർ ഇടപെട്ട് എങ്ങനെ കത്തിച്ച അവസാനം മൂപ്പര് ഐഡിയ മൂപ്പര് അടിപൊളിയാണ്. അങ്ങനെ ഫുഡൊക്കെ സമയമായി പറയാൻ കയറി ചെമ്പളം പിടിച്ചു. എന്ത് ചെറിയ മണമൊക്കെ ചെയ്യാൻ ചെക്കന്മാരെ ഫുള്ള് ഓണാണ് കേട്ടോ. അതാ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അഫീഫിൻ്റെ കുട്ടി. ഫുഡൊക്കെ കാത്തുന്ന എല്ലാവരും ഇവിടെ വെറും സംസാരമാണ് കേട്ടോ. സാറും ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഒരേ വൈബാണ്. സാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാറും കളിയാക്കും, സാർ ഇങ്ങോട്ടും കളിയാക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ മൂന്നെണ്ണം ഇവിടെ വേറെന്തോ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു ഫുഡ് കഴിക്കണേൻ്റെ. ഇവിടെ ഉണ്ടാവും മാത്രമേ ഫുഡ് കഴിച്ച് കഴിക്കാവുള്ളൂ. ഇനി ബാക്കിയുള്ളവരെ ഫുഡ് കഴിച്ചത് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കേണ്ട ഇവിടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങി. പിന്നെ റോട്ടിൽ നിന്നായി സംസാരം രസം. അങ്ങനെ സാറും എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാം. കോളേജിൽ കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും കൂടെ ഞങ്ങളിങ്ങനെ. അപ്പോൾ അമ്മായി പഞ്ചാബിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യണേ. ഇതായത് ഞങ്ങൾ അമ്മായി, പഞ്ചാബ് അമ്മായി. ബാക്കി എല്ലാവരും പോയി. ഇനി ഈ 3 കൂടെ ഉള്ളൂ. ഇവരും കൂടെ ഒക്കെ യാത്ര പറഞ്ഞ് ഈ 3 പറഞ്ഞേച്ച്. അപ്പോൾ ഇന്നൊക്കെ എന്നുള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.